ഹരിശ്രീ ഗണപതിക്ക് നമ വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, ആദ്യമായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതി ചിത്രമുണ്ട്. അത് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പൂരുരുട്ടാ നക്ഷത്രത്തെക്കുറിച്ചാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി തുടക്കം കുറിക്കും. അതായത് പുതിയ എന്തെങ്കിലുമൊക്കെ തൊഴിൽ തുടങ്ങാനായിട്ടുള്ളൊരു തുടക്കം ഈ ഒരു വർഷം നിങ്ങളതിനുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഭൂമി ഇടപാടുകളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം. കുറേ നാളുകളായിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അതായത് ചിലപ്പോൾ നമുക്ക് യാത്ര എന്തെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പോകാനാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. സാമ്പത്തിക ഉന്നമനം കൈവരിക്കും. സാമ്പത്തികമായിട്ട് നല്ലൊരു ഉന്നമനത്തിലെത്തും എന്നുള്ളതാണ് കാണുന്നത്. പ്രണയബന്ധിതർക്ക് വീട്ടുകാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും. ഇപ്പോൾ പ്രണയം കൊണ്ട് നടന്നിട്ട് കല്യാണമൊക്കെ കഴിക്കാനുള്ളൊരു വീട്ടുകാരുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും. പ്രണയത്തിനുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടിത്തുടങ്ങേണ്ടുന്ന ഒരു സമയമാണിപ്പോൾ. ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കും. അതായത് ഉയർന്ന സ്ഥാനത്തുള്ളവരുമായിട്ട്, അത് ചിലപ്പോൾ ജോലി കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ സ്വഭാവം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയം കൊണ്ടായിരിക്കാം, ഒക്കെ ഉന്നത സ്ഥാനീയർ, അതായത് നല്ല രീതിയിൽ നല്ല മികച്ച് നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കും. നല്ലൊരു മികച്ച ബന്ധം സ്ഥാപിക്കാനുള്ളൊരു അവസരം കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ്. ഉദരസംബന്ധമായി നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഇപ്പോൾ മാറുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. നമ്മളുടെ ഗുണം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ദോഷം ശമിക്കുന്നതുമായതിന് വേണ്ടിയിട്ടും, അതായത് നമ്മളുടെ ഗുണം കൂടുന്നതിനും ദോഷം ഇല്ലാതെയാകുന്നതിന് ശമിക്കുന്നതിന് വേണ്ടിയിട്ട് ഷഷ്ഠിവ്രതം എടുക്കുന്നത് നന്നായിരിക്കും. ഷഷ്ഠിവ്രതം ഏറ്റവും ഫലപ്രദമായൊരു വ്രതമാണ്. ഷഷ്ഠിവ്രതം എടുക്കുന്നത് നന്നായിരിക്കും. അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. പക്കപ്പിറന്നാളുകളോളം ശക്തിയാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.